നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജാബിർ. ഞാൻ കോട്ടക്കൽ സ്വദേശിയാണ്. എൻ്റെ ചോദ്യം, മതവിശ്വാസിയായ ഒരു വ്യക്തിക്ക് മതേതര വിശ്വാസിയാകാൻ സാധിക്കുമോ എന്ന്. അസ്സലാമു അലൈക്കും. ചോദ്യം, മതവിശ്വാസിയായ ഒരു വ്യക്തിക്ക് ഒരു മതേതരനാവാൻ സാധിക്കുമോ എന്നതാണ്. മതേതരത്വം, സെക്യുലറിസം, ഇത് പാശ്ചാത്യ ലോകത്ത് മെറ്റീരിയലിസ്റ്റുകൾ, ഭൗതികവാദികൾ പൊതുവായി വിശദീകരിച്ചു വരുന്ന ഒരു പ്രയോഗമാണ്. പാശ്ചാത്യ സെക്യുലറിസം യഥാർത്ഥത്തിൽ മത നിരാകരണത്തിൻ്റെതും മതനിഷേധത്തിൻ്റെതുമാണ്. അതുകൊണ്ട് തന്നെ മതവിശ്വാസവും മതനിരാകരണത്തിൻ്റെ മതേതര വിശ്വാസവും തമ്മിൽ ഒരിക്കലും ഇരുട്ടും വെളിച്ചവും പോലെ പൊരുത്തപ്പെട്ടു പോകില്ല. എന്നാൽ ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ആ പ്രയോഗങ്ങളെ കടമെടുത്തുകൊണ്ട് ഭരണഘടനയിലും അതല്ലാതെ പൊതുവായി ലിഖിത ഗ്രന്ഥങ്ങളിലും ചിന്തകന്മാരുടെയും രാഷ്ട്രീയ വിശാരദന്മാരുടെയും എല്ലാം പ്രതിപാദനങ്ങളിലും പൊതുവായി വിശദീകരിച്ചു വരുന്ന സെക്യുലറിസം, മതേതരത്വം, അതിനുള്ള വിശദീകരണം എല്ലാ മതങ്ങളെയും ആദരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും മതത്തോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കാത്ത, ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേകമായ പ്രീണനാത്മകമായ നിലപാട് സ്വീകരിക്കാത്ത ഒരു സമീപനം എന്നാണ്. ആ അർത്ഥത്തിൽ ഒരു ബഹുമത സമൂഹത്തിൽ മറ്റു മതങ്ങളുടെ അസ്തിത്വങ്ങളെ, വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ അവർക്ക് ആ മതസമൂഹത്തിന് ആചരിക്കാനും അനുഷ്ഠിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ വകവെച്ചു കൊടുക്കേണ്ടത് അത് പടച്ചതമ്പുരാൻ അവൻ്റെ കിതാബിൽ, വേദഗ്രന്ഥത്തിൽ പോലും അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണ്. മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും വിഷയത്തിൽ കടുംപിടുത്തമോ നിർബന്ധമോ ബലാത്കാരമായ സമീപനമോ പാടില്ലാത്തതാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 10-ാം സൂറത്ത് യൂനുസിൻ്റെ 99-ാമത്തെ വചനത്തിലെ പ്രസിദ്ധമായ പ്രയോഗം, അവർ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ നീ അവരിൽ ബലാത്കാരം ചെലുത്താൻ പാടില്ല. വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം അത് മനുഷ്യൻ അള്ളാഹു അനുവദിച്ചു കൊടുത്തതാണ് എന്ന് ആ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി ആയത്തുകളിൽ ഖുർആന്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 256-ാമത്തെ വചനം പ്രസിദ്ധമാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല. ഇങ്ങനെയുള്ള വചനങ്ങളുടെ വെളിച്ചത്തിൽ മതപരമായ സ്വാതന്ത്ര്യം, മതപരമായ സൗഹാർദ്ദം, വീക്ഷണ വൈവിധ്യങ്ങൾ, ഇതൊക്കെ ഈ പ്രകൃതിയിലെ, പ്രപഞ്ചത്തിലെ, പ്രത്യേകിച്ച് മനുഷ്യ സൃഷ്ടിപ്പിന്റെ സവിശേഷതകളായി അംഗീകരിക്കുന്ന പടച്ചതമ്പുരാൻ സത്യസരണി, സത്യവിശ്വാസത്തിന്റെ പാത, പരലോക വിജയത്തിന്റെ പാത, അത് ദൈവിക പാതയാണ് എന്ന് കൃത്യമായി വിശദീകരിക്കുകയും ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അരികിൽ പാരത്രിക ലോകത്ത്, ഇഹപര ലോകത്ത് അള്ളാഹു സ്വീകരിക്കുന്ന അവൻ്റെ മതം, മാർഗദർശനം, അത് അവന് സമർപ്പിക്കുന്ന സമർപ്പണത്തിന്റെ ശാന്തി ദർശനമാണ് എന്ന് കൃത്യമായി അള്ളാഹു വിശദീകരിക്കുന്നതോടൊപ്പം മതങ്ങളുടെ, വിശ്വാസങ്ങളുടെ, ആചാരങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ വൈവിധ്യങ്ങളെയും സഹിഷ്ണുതയോടുകൂടി സമീപിക്കാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നു. ഈ സഹിഷ്ണുതയാണ് മതേതരത്വമെങ്കിൽ അത് നമുക്ക് യോജിക്കാവുന്നതും സ്വീകരിക്കാവുന്നതും അംഗീകരിക്കാവുന്നതുമാണ്. പാശ്ചാത്യ സെക്യുലറിസം എന്ന അർത്ഥത്തിൽ വിശദീകരിക്കപ്പെടുന്ന മതനിരാസ നിഷേധ ചിന്തയാണ് എങ്കിൽ മതേതരത്വ ചിന്താഗതിയുമായി പൊരുത്തപ്പെടാൻ മതവിശ്വാസികൾക്കൊരിക്കലും സാധിക്കുകയുമില്ല. ഇതാണ്